ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻസ്. ഇന്ന് നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളുടെ ഫേവറേറ്റ് ബ്രാൻഡായ നുബിയയുടെ റെഡ് മാജിക് 5G എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് റെഡ് മാജിക് 5Gയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളി കാണുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും റെഡ് മാജിക്കിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. റെഡ് മാജിക് ഒരു പ്യുവർ ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. ഇത് 5Gയിൽ വരുന്നത് കൊണ്ടാണ് ഇതിന് റെഡ് മാജിക് 5G എന്ന് പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സിലേക്ക് നമുക്ക് കടക്കാം. ദ ഓൾ ന്യൂ റെഡ് മാജിക് 5G വരുന്നത് ഒരു 6.65 ഇഞ്ച് ഡിസ്പ്ലേയിലാണ്. അത് AMOLED ഡിസ്പ്ലേയിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വരുന്നത് ഒക്ടാ-കോർ സ്നാപ്ഡ്രാഗൺ 865 പ്രൊസസ്സറിലാണ്. ഇതിൻ്റെ ബാറ്ററി 4500 mAh വരുന്നത്. കണ്ടിന്യൂസ് ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഇത്രയും വലിയൊരു ബാറ്ററി ഇവർ ഇതിൽ വെച്ചിരിക്കുന്നത് തന്നെ. റാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ റെഡ് മാജിക് 5G 8GB റാമിലും 12GB റാമിലും വരുന്നുണ്ട്. പിന്നെ ഒരു 16GB റാം ഫോൺ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ അത് കൺഫേം ചെയ്തിട്ടില്ല. സ്റ്റോറേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് 128GBയിലും 256GBയിലും ലഭ്യമാണ്. ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ റെഡ് മാജിക് 5G വരുന്നത് ഒരു 55 വാട്ട് ഫാസ്റ്റ് ചാർജറിൻ്റെ കൂടെയാണ്. ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചറാണ് ഇതിൻ്റെ 144 Hz ഡിസ്പ്ലേ. ലോകത്ത് വേറൊരു ഫോണിനും 140 Hz ഡിസ്പ്ലേ ഇതുവരെ ഇല്ല. റെഡ് മാജിക് 5G ആണ് ആദ്യത്തെ 144 Hz ഡിസ്പ്ലേ ഉള്ള ഫോൺ. റെഡ് മാജിക് 5Gയുടെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 12 മെഗാപിക്സലിലാണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ്. അത് 64 മെഗാപിക്സൽ പ്ലസ് 18 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സലിലാണ് വരുന്നത്. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റാണ് റെഡ് മാജിക് 5Gക്കുള്ളത്. സാധാ ഗെയിമിംഗ് മൊബൈൽ ഫോൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെഡ് മാജിക് 5Gക്ക് കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇൻബിൽഡ് കൂളിംഗ് ഫാൻ. ഇൻബിൽഡ് കൂളിംഗ് ഫാൻ എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ അകത്ത് തന്നെ ഒരു കൂളിംഗ് ഫാൻ അവർ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തൊരു സ്പെഷ്യൽ ഫീച്ചറാണ് ട്രിഗർ ബട്ടൺ. ഫോണിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 ട്രിഗർ ബട്ടൺ കാണാം. ഒന്ന് എയിമിനും ഒന്ന് ഫയറിനും വേണ്ടിയാണ് അവർ വെച്ചേക്കുന്നത്. മെയിൻലി ഈ ട്രിഗർ ബട്ടൺ പബ്ജിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. റെഡ് മാജിക് 5G 3 കളർ വേരിയൻ്റാണ് പുറത്തിറങ്ങുന്നത്. ഫസ്റ്റ് വൺ സൈബർ നിയോൺ, സെക്കൻഡ് വൺ ഹാക്കർ ബ്ലാക്ക് ആൻഡ് തേർഡ് വൺ മാർസ് റെഡ്. പല രാജ്യങ്ങളിലും ഇത് 12 മാർച്ച് 2020 റിലീസ് ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 11, 2020 ഇതിൻ്റെ പ്രൈസ് ഡോളേഴ്സിൽ പറയുവാണെങ്കിൽ $530 ആണ് വരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ 40,000 റുപ്പീസാണ് ഇതിന് വരുന്നത്. റെഡ് മാജിക്കിൻ്റെ ഭാഗത്തു നിന്നൊരു ഫ്ലാഗ്ഷിപ്പ് ആയതിനാൽ കുറച്ച് എക്സ്പെൻസീവായ ഫോൺ തന്നെയാണിത്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെഡ് മാജിക് 5Gയെക്കുറിച്ചുള്ള റിവ്യൂ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ പ്രസ് ദ ബെൽ ഐക്കൺ. സോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ ഇമെയിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അതിനെക്കുറിച്ച് പറയാം. സോ സ്റ്റേ സബ്സ്ക്രൈബ്ഡ് ആൻഡ് പീസ് ഔട്ട്.